ഇപ്പോൾ വ്യാപകമായി കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഹിന്ദു ഉണരണം എന്നത്. ഹിന്ദു ഉണരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നതാണോ? ആ അർത്ഥത്തിൽ കുറെ പേർ ഒരു 2014 ഉണർന്നിട്ടുണ്ട്. എല്ലാവരും അല്ല. ഈ ഉണർന്നവരിന് ഉറങ്ങുമോ? ഉറങ്ങില്ലേ? ഉറങ്ങുമെങ്കിൽ എപ്പോൾ? ഇതൊന്നും അറിയില്ല. ഹിന്ദുമതവും ഹൈന്ദവ വിശ്വാസങ്ങളും ഒരു മതഗ്രന്ഥത്തിൻ്റെതായ മാത്രം സൃഷ്ടിയല്ല. അത് ഏതാണ്ട് 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ജീവിത രീതിയുടെയും സംസ്കൃതിയുടെയും തുടർച്ചയാണ്. വ്യത്യസ്തവും വിഭിന്നവുമായ നിരവധി ചിന്താധാരകളും ജീവിത രീതികളും ആചാര രീതികളും ഒക്കെ ഉൾക്കൊണ്ട ഒരു ജീവിത സമീപനമാണത്. അതിന് ഏകശിലാരൂപമോ പ്രത്യേക മതഗ്രന്ഥത്തിൻ്റെതായ ആശയ നിർദ്ദേശ സംഹിതയും കർമ്മശാസ്ത്ര സമീപനവും ഇല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് നിലപാടും ഏത് വിശ്വാസധാരയും സ്വാംശീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും വൈപുല്യവുമാണ് അതിൻ്റെ ശക്തിയും വ്യത്യസ്തതയും. ഭഗവത്ഗീതയെയും വേദങ്ങളെയും ഒക്കെ ആധികാരിക ഗ്രന്ഥങ്ങളായി വിലയിരുത്തുന്നുണ്ടെങ്കിലും അതിൽ മാത്രം ഒരുങ്ങിയോ ചുരുങ്ങിയോ നിൽക്കുന്ന ഒരു ജീവിത വീക്ഷണമല്ല ഹൈന്ദവ വിശ്വാസത്തിൻ്റെത്. അതിനുമൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു വലിയ സാംസ്കാരിക നിലപാട് തറ ഹിന്ദു സംസ്കാരത്തിനുണ്ട്. വിഭിന്നങ്ങളായ വേരുകളുള്ള നാനാതരത്തിലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മഹത്തായ ചേർച്ചയാണ് ഹിന്ദുയിസം. അതിനൊരു സ്ഥാപകനില്ല. എന്നാൽ വിനായക ദാമോദർ സവർക്കർ പ്രചരിപ്പിച്ച സജാതീയമായ വംശീയ പ്രാദേശിക തത്വമാണ് ഹിന്ദുത്വ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഹിന്ദുയിസം. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ മത ആത്മീയ ജീവിത രീതികളിൽ ഒന്ന്. എന്നാൽ 1923 ആദ്യമായി സവർക്കർ നിർദ്ദേശിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ. ഹിന്ദുയിസത്തിന് ഒന്നല്ല ഒരുപാട് പാഠങ്ങളുണ്ട്. വേദം, പുരാണം, ഇതിഹാസം, ന്യായം, സാഖ്യം, മീമാംസ, യോഗ തുടങ്ങിയ നിരവധി പാഠങ്ങൾ. എന്നാൽ ഹിന്ദുത്വയ്ക്ക് കേന്ദ്രീകൃതമായ ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ. അത് 1928 പ്രസിദ്ധീകരിച്ച ആരാണ് ഹിന്ദു എന്ന ലഘുലേഖ. ഒരുപാട് വൈവിധ്യമാർന്ന ജീവിതധാരകളുടെ സമൂഹമാണ് ഹിന്ദുയിസം. അനന്യമാണ് ഹിന്ദുയിസം. വിവിധങ്ങളായ ചിന്താധാരകളെ ഒരു കുടക്കീഴിൽ അത് ഒരുമിപ്പിക്കുന്നു. മുഴുവൻ ലോകത്തെയും അത് സ്വന്തം കുടുംബത്തെ പോലെ വീക്ഷിക്കുന്നു. എന്നാൽ നിഷേധമാണ് ഹിന്ദുത്വയുടെ മുഖമുദ്ര. മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെയും ക്രൈസ്തവതയെയും വെറുക്കാനും ഭയപ്പെടാനുമാണ് അതിൻ്റെ പ്രചാരകർ ശീലിക്കുന്നത്. മതനിരപേക്ഷതയാണ് ഹിന്ദുയിസത്തിൻ്റെ പര്യായം. എന്നാൽ ഹിന്ദുയിസത്തെ അതിവിശിഷ്ടമാക്കുന്ന ആധാരശിലയായ പരമ്പരാഗത മതനിരപേക്ഷ ജീവിത രീതിയെ ഹിന്ദുത്വയുടെ പ്രചാരകർ എതിർക്കുന്നു. BJPയും RSSും ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വ കപട ഹിന്ദുയിസം ഫാസിസമാണ്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന താലിബാനെ പോലെയാണ് ഹിന്ദു രാഷ്ട്രം വരണമെന്ന് വാദിക്കുന്നത്. താലിബാനെ പിന്തുണയ്ക്കുന്നവരുടെയും വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, ബജ്രംഗ് ദൾ എന്നിവരെ പിന്തുണയ്ക്കുന്നവരുടെയും ചിന്താഗതി ഒന്നു തന്നെയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉദ്ഘോഷിക്കുന്ന യഥാർത്ഥ ഹിന്ദുമതവും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന, ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ക്രിസ്തീയ പുരോഹിതൻ ഗ്രഹാം സ്റ്റീൻസിനെയും 2 മക്കളെയും ചുട്ടുകൊന്ന RSSന്റെ ഹിന്ദുത്വയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും മറ്റു മതത്തിൽപ്പെട്ട നിരപരാധികളെ കൊല്ലാൻ പറയുന്നില്ല. അങ്ങനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നത് ഹിന്ദുയിസം അല്ല, ഹിന്ദുത്വയാണ്. നിങ്ങൾ ഒരു യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ ഹിന്ദുത്വയുടെ ആവശ്യമേ ഇല്ല. കുറെ ജാതികളുടെ ഒരു കൂട്ടായ്മയായി ചിലർ ഹിന്ദുമതത്തെ കാണുന്നു. ഹിന്ദുമതത്തിൽ ജാതി ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ല എന്നും ജാതി ജനനം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്നും വാദിക്കുന്നു. മനുസ്മൃതി അനുസരിച്ച് ക്ഷൂദ്രവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ബ്രാഹ്മണരിൽ നിന്നും തീണ്ടൽ ദൂരം 16 അടി മാറി നിൽക്കണമെന്നും വേദം പഠിക്കാൻ അവകാശമില്ല എന്നും പറയുന്നു. ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുമതത്തിൽ ചേർന്നാൽ അയാളുടെ ജാതി ക്രിസ്ത്യനോ മുസ്ലിമോ ആയി തന്നെ തുടരും. അവരെ സവർണർ അവരുടെ ജാതികളിൽ ചേർക്കില്ല. ഇങ്ങനെയുള്ള ആ പഴയ ജാതി വ്യവസ്ഥ തിരികെ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. ഹിന്ദുയിസത്തിന്റെ വിപരീത പദം ഇസ്ലാം അല്ല, ക്രൈസ്തവതയല്ല, സോഷ്യലിസം അല്ല, അത് ഹിന്ദുത്വയാണ്. ഇനി പറയൂ, നിങ്ങൾക്കൊരു യഥാർത്ഥ ഹിന്ദുവായി ഉണരണോ വേണ്ടയോ?